നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോളാവട്ടെ മോനാവട്ടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിങ് നടക്കാൻ പോവുകയാണ്. അതുവരെ കുട്ടിത്തമായിരുന്നു, യുവത്വമായിരുന്നു, ബാധ്യതകളില്ലായിരുന്നു, സ്വന്തമായി ജീവിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല. രണ്ടുപേർക്കും ബന്ധം കൂടുന്നു, രണ്ടുപേർക്കും ബാധ്യതകൾ ഉണ്ടാകുന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിങ് നടക്കുമ്പോൾ അത് മതപരമായിരിക്കണമെന്ന് നമ്മൾ കൃത്യമായി നിഷ്ഠ വെക്കണം. ആ പെൺകുട്ടിയുടെ ജീവിതം അന്ന് പ്രത്യേകമായ രൂപത്തിലേക്ക് മാറുമ്പോൾ അത് ഹറാമ് നിറഞ്ഞുകൊണ്ടാകാൻ പാടില്ല, ആരും പ്രയാസപ്പെടാൻ പാടില്ല. ഇന്നത്തെ കല്യാണം പല പ്രമുഖരുടെ വീട്ടിൽ പോലും മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആർഭാടങ്ങളായി മാറുന്നു, മതവിരുദ്ധമായി തീരുന്നു. അന്യ സ്ത്രീയും പുരുഷനുമുള്ള സങ്കലനവും ഡാൻസും കുത്തും പാട്ടും ഒക്കെ നടക്കുന്നു. ഇത് മതത്തോട് നടത്തുന്ന ദ്രോഹം മാത്രമല്ല, സ്വന്തത്തോട് നടത്തുന്ന ബുദ്ധിമുട്ടിക്കൽ മാത്രമല്ല, ഈ കുട്ടിയുടെ മകളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ അശുഭമായിട്ടാണ് അത് സംഭവിക്കുക. വേറെ കുറെ ട്രെൻഡ് ഉണ്ട്. പെൺകുട്ടിയെ ഡിസ്പ്ലേക്ക് വെക്കുക, വിവിധ രീതിയിലുള്ള അലങ്കാരങ്ങൾ നടത്തിയിട്ട് പുട്ടിയിട്ട് പൈൻ്റടിച്ച് അതിനുവേണ്ടി സ്പെഷ്യൽ സംഘത്തെ കൊണ്ടുവന്ന്, പ്രൊഫഷണലിസ്റ്റുകളെ കൊണ്ടുവന്ന് സിനിമയിലും സീരിയലുമൊക്കെ സ്ത്രീകളെ ഒരുക്കി തയ്യാറാക്കുന്ന ആ ടീമിനെയൊക്കെ കൊണ്ടുവന്ന് പെൺകുട്ടിയെ ചമയിച്ചൊരുക്കി കല്യാണത്തിന്റെ അന്ന് മുഴുവനും തലേ രാത്രിയും തലേന്നൊക്കെ ഡിസ്പ്ലേക്ക് വെക്കുക. ഇത്തരം അലങ്കാരങ്ങളെല്ലാം വാരി തേച്ചത് കൊണ്ട് കുട്ടിക്ക് നിസ്കരിക്കാൻ പറ്റൂല, ഒന്നും എടുക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ എല്ലാ വഖ്ത് നിസ്കാരവും ഖളാ ആകുന്നു. ഒന്ന്. രണ്ടാമത്തെ, ഡിസ്പ്ലേക്ക് വെച്ച പെൺകുട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് പലരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു. അത് KG ഗ്രൂപ്പ് മുതൽ അവിടെ നിന്ന് തുടങ്ങണം. 4ാം ക്ലാസ്സിലെ ഗ്രൂപ്പ്, 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ്, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഗ്രൂപ്പ്. സിംഹാസനം പോലെയുള്ള കസേരയിൽ പെൺകുട്ടിയെ ഇരുത്തിയിട്ട് രണ്ട് സൈഡിലും അന്യ ആണുങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം പഠിച്ചു. ഇത് ഇത്തരം തോന്നിവാസങ്ങൾ അനുവദിക്കാനുള്ള മാർഗമാണോ? അല്ല. ബന്ധുക്കളാണ്, പക്ഷേ മഹറമല്ല. അവരോടൊപ്പം പെൺകുട്ടിക്ക് നിൽക്കാൻ പറ്റുമോ? അതിന്റെ ഒക്കെ പുറമെ 4ഉം 5ഉം പേർ ഇതുപോലെ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ച് ക്യാമറയ്ക്ക് ബോസ് ചെയ്യാൻ പെൺകുട്ടിയെ അങ്ങോട്ട് നിർത്തി ഇങ്ങോട്ട് നിർത്തി വ്യത്യസ്ത ആംഗിളിലേക്ക് മാറ്റിപ്പിടിച്ച് സൈഡിലൂടെ മുന്നോട്ടെടുത്ത്, പിന്നെ ചിലപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ഈ പ്രതിശ്രുത വരം വന്ന് തോള് കൈവച്ച് വട്ടം ചുറ്റിച്ച് പരമാവധിക്കപ്പുറം തോന്നിയാസം കൊണ്ട് നിറച്ചിട്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കളങ്കത്തിലാക്കുന്നു. നമ്മൾ ഒരിക്കലും സമ്മതിക്കാൻ പറ്റൂല. ഈ ബന്ധങ്ങളാണ് പിന്നീട് ആത്മഹത്യയിലേക്ക് എത്തൽ. മതം മാറി നിൽക്കുന്ന വിവാഹ ചടങ്ങുകളിൽ ഒരു നിലക്കുമുള്ള അനുഗ്രഹം നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല, അത് ആത്മഹത്യയിലെത്തും.